ഷിജു ആരാ? ഷിജു എണീറ്റ് ഫ്രണ്ടി വാ. നിന്റെ ബിസിനസിനെ തകർത്ത് നീ നടന്നു വരുമ്പോ, നിന്റെ ബിസിനസിനെ തകർത്ത് നിന്റെ ഉള്ള വാഹനത്തെ വിറ്റ് CC-ക്കാര് കൊണ്ടുപോയി നീ ഇപ്പൊ വട്ടപ്പൂജയായിട്ടാ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ശരിയാണോ? നീ ഇപ്പൊ മനുഷ്യ സ്നേഹം കൊണ്ട് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്, ദൈവസ്നേഹം കൊണ്ടൊന്നുമല്ല. മനുഷ്യനോടുള്ള സ്നേഹം, മനുഷ്യനോടുള്ള നിർബന്ധം, മനുഷ്യൻ നിന്നെ നിർബന്ധിച്ചിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു. ആണോ? നിന്റെ സിറ്റുവേഷൻ, വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഫ്രണ്ടി വന്നില്ല. ആത്മഹത്യയുടെ സിറ്റുവേഷനുകൾ ഇന്ന് രാത്രി അഴിയുകയാണ്. എന്തിന് ജീവിക്കണമെന്ന് വരെ തോന്നത്തക്ക രീതിയിൽ, ദേശം വിട്ട് ഓടിയാലോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ നിന്റെ ലൈഫിനെ പിശാച് കൊണ്ടെത്തിച്ചിരിക്കും. നിന്റെ സൈലന്റ് പീരീഡ് കേട്ടോ, മരുഭൂമി. നീ ഇപ്പോ ഒരു മരുഭൂമിയുടെ അവസ്ഥയിലായിരിക്കുന്നത്, ഡ്രൈ പ്ലേസ്. നീ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട് ഷിജു, നീ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നിനക്കൊരാവശ്യം വന്നപ്പോ എല്ലാ ഡോറും അടഞ്ഞു. നീ സഹായിച്ചവരൊക്കെ നിന്നെ മറന്നു. മനുഷ്യരടച്ചതല്ല കേട്ടോ, അത് ദൈവം അടച്ച്. നീ നിന്റെ കൂട്ടുകാരെ വിശ്വസിക്കരുത്. കഴിഞ്ഞ നാളുകളിൽ നീ കണ്ണടച്ച് കൂട്ടുകാരെ വിശ്വസിച്ചു. നീ ദൈവത്തെക്കാൾ കൂടുതൽ നീ കൂട്ടുകാരെ വിശ്വസിക്കുകയാണെങ്കിൽ ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ നിന്നെ ജയിലിനകത്തിട്ട് പൂട്ടാൻ വരെ ശ്രമം നടത്തി. ഇന്ന് നീ ആരാധനയ്ക്ക് വരാതിരുന്നു എങ്കിൽ, നീ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതിരുന്നു എങ്കിൽ നിന്റെ ജീവന് വരെ ആപത്തായിരുന്നു. നീ ജയിലിനകത്തോ ഈ ദേശം വിട്ടോ ഓടേണ്ടവനാ. ഇപ്പോഴും പിശാച് ചില പ്ലാൻ കൊണ്ടിടുന്നുണ്ട്. വേണ്ട, ഇവിടെ നിൽക്കണ്ട, പോകാം. വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുമാതിരി ഭ്രാന്ത് പിടിക്കുന്ന അനുഭവം. മോനെ, ദൈവസ്നേഹം വിട്ട് പോകരുത്. മദ്യപാനികളുമായിട്ട് കൂട്ടുകൂടരുത്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട്. നിന്നിലൂടെ നിന്നെ പോലുള്ള അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടും. ഇപ്പൊ എന്താ ബിസിനസ് ചെയ്യുന്നത്? ചക്ക ബിസിനസ്. ഹല്ലേലൂയ. ആരുടെ വാഹനം ഓടിക്കുന്നത്? ഹല്ലേലൂയ. ഒത്തിരി നഷ്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാണോ? പക്ഷെ നിന്റെ ഇല്ലായ്മ നീ മറ്റുള്ളവരടുത്ത് കാണിക്കാറില്ല. ഈ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴാണ് നീ വീട്ടിൽ വരുന്നത്. ഇന്ന് ലൈഫിനെ ദൈവം മാറ്റിമറിക്കാൻ പോവാം. ഈ രാത്രി എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാൻ പറയും. നിനക്ക് വിശ്വാസമുണ്ടോ? ചക്ക ബിസിനസ് മാത്രമല്ല, അതിലും വലുത് ഫ്രൂട്ട്സുമായി തന്നെ നിന്റെ ബിസിനസ്സിനെ, അതിനെ ഫ്രൂട്ട്സുമായി ബന്ധപ്പെട്ട് എക്സ്പോർട്ടിങ് പല ഷോപ്പിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ നഷ്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുതിയ വാഹനങ്ങൾ തരും. 3 വാഹനങ്ങൾ അതെയും തരും. ഇപ്പോഴിരിക്കുന്ന വാഹനം മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. കൂടെ ഉള്ളവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ക്യാഷ് ഇല്ല. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇപ്പൊ എത്ര പണിക്കാരുണ്ട് നിന്റെ കൂടെ? 5. ദൈവാത്മാൻ 5 കാണിച്ച് 5 15 മാറും. വർദ്ധിക്കും. ഇത് ഞാനല്ല പറയുന്നത്, നിന്റെ അപ്പനായ യേശു ക്രിസ്തുവാ പറയുന്നത്. നിന്റെ ലൈഫിനകത്ത് ഇന്ന് രാത്രി പിടിച്ചോ ഒരു ബ്രേക്ക് ത്രൂ ഫയർ. യേശുവിൻ നാമത്തിൽ എല്ലാ മാലിന്യങ്ങളും, എല്ലാ അശുദ്ധിയും മാറിപ്പോട്ടെ. കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന എല്ലാ ഡൗട്ടുകളും മാറട്ടെ, എല്ലാ സംശയങ്ങളും മാറട്ടെ, എല്ലാ ഫൈറ്റും മാറട്ടെ. പ്രാർത്ഥിച്ചോ. ഷിജു ഇന്ന് രാത്രി വിടുവിക്കപ്പെടണം. In the name of Jesus Christ. ഇപ്പോൾ ഈ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുവാൻ ശ്രമിക്കുന്ന കുടുംബത്തോട്, ഈ കുടുംബത്തെ
നിനക്ക് നിന്റെ കുഞ്ഞിനെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്, ഒരു വലിയ പ്രതീക്ഷയുണ്ട്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ കുഞ്ഞൊരു ഡോക്ടർ ആവണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. ശരിയാണോ? അതുപോലെ അവൾ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു, കർത്താവിന് വേണ്ടി പാടണമെന്ന് ആഗ്രഹിക്കുന്നു. അവൾ കുഞ്ഞിലെ ഗിറ്റാർ കീബോർഡൊക്കെ വായിക്കും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞാൻ പറയുന്നത്. അവൾ കർത്താവിന് വേണ്ടി ശോഭിക്കും. അതുപോലെ തന്നെ അവൾ വിദ്യാഭ്യാസ മേഖലകളിൽ ഞാൻ അവളെ ഉയർത്തും. 2026-27 തീരുന്നതിന് മുമ്പ് നിനക്ക് നല്ലൊരു വീട് ദൈവം തരും. ആഗ്രഹിക്കുന്നു നീ ഒരു 2 നില വീട്, 2500-3000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള, ദൈവദാസന്മാരെ കയറ്റി താമസിക്കുവാൻ തക്കവണ്ണ റൂമുകളുള്ള ഒരു മനോഹരമായൊരു വീട് ദൈവം നിനക്ക് ഞാൻ ഒരുക്കി തരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രി പ്രോഫസി പറയുന്നു. വീട് ആഗ്രഹിക്കുന്നു? വാടക വീട്ടിൽ താമസിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തി. വാടക വീട്ടില് കൈ ഉയർത്തി പിടിച്ച്. കുടുംബ വീട്ടിൽ താമസിക്കുന്നവർ കൈ ഉയർത്തി. പഴയ കുടുംബ വീട്ടില് സ്വന്തമായിട്ട് വീടില്ലാത്തവര് കർത്താവിന്റെ രാത്രി അതിലേക്കുള്ള വഴികൾ ഓപ്പൺ ചെയ്യാൻ പോവാ. പ്രൈസ് ഗോഡ്. എല്ലാം നിങ്ങൾക്ക് ദൈവം ചെയ്യാതെ വേറെ ആർക്ക് ചെയ്യാനാ? പ്രൈസ് ദി ലോർഡ്. പോയിരുന്ന